ഇപ്പോൾ പടവലങ്ങ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് തമിഴ്നാട് സ്റ്റൈലിൽ ഒരു പടവലങ്ങ കൂട്ട് ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഇപ്പോൾ പടവലങ്ങ വെച്ചിട്ട് സൂപ്പർ തമിഴ്നാട് സ്റ്റൈലിൽ ഒരു കൂട്ട് ഉണ്ടാക്കാം. ഇത് നമുക്ക് അരച്ച് വിട്ട കൂട്ടാണ്. എന്നുവെച്ചാൽ നമുക്ക് തേങ്ങാക്ക അരച്ചതിൽ ചേർക്കുന്നതാണ്. ഇത് ഭയങ്കര സോഫ്റ്റ് പടവലങ്ങയാണ്. ഒരുപാട് മൂത്തതല്ല, ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ ഇതിൽ 2 എണ്ണം എടുത്തിട്ടുണ്ട് പടവലങ്ങയിൽ. ഇത് ഞാൻ ക്യൂബ് സൈസിലാണ് കട്ട് ചെയ്ത് വെച്ചേക്കുക, സ്ക്വയറിൽ. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ കടലപ്പരിപ്പ് ചേർക്കാൻ പോവുക. അപ്പോൾ അതിന് അനുസരിച്ചുള്ള സൈസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ കടലപ്പരിപ്പ് നമുക്ക് 50 ഗ്രാം ചേർത്ത് കൊടുക്കാം. ഞാൻ കടലപ്പരിപ്പ് ഒന്ന് കഴുകിയ ശേഷം അരമണിക്കൂർ നേരം ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് കടലപ്പരിപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് ഈ പടവലങ്ങ നമ്മൾ കട്ട് ചെയ്ത് വെച്ചല്ലോ, അതും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം, അത് മതി. ഇത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. ഡബിൾ ബോയിലിംഗ് മെത്തഡിലാണ് കുക്കർ വയ്ക്കുക, എന്നിട്ട് വെള്ളം ഒഴിക്കുക. പിന്നെ ഈ പാത്രം അകത്ത് വയ്ക്കുക, എന്നിട്ട് ലിഡിട്ട് ക്ലോസ് ചെയ്യാം. നമുക്ക് 2 വിസിൽ വെച്ചെടുത്താൽ മതി, പെട്ടെന്ന് വെന്തോളും. ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പിൽ നമുക്ക് അരച്ച് ചേർക്കാനുള്ളത് നമുക്ക് തയ്യാറാക്കാം. ഇതിൽ ഞാൻ 1/2 മൂടി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂണ് ജീരകം ചേർക്കുന്നുണ്ട്. ഇത് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഇങ്ങനെ 2 പച്ചമുളക് മാത്രം എടുത്തിട്ടുണ്ട്. ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ടതാണ്, നല്ല ഫൈൻ പേസ്റ്റ്. ഇപ്പോൾ പടവലങ്ങ വേവിച്ചെടുത്തു. പിന്നെ നമുക്ക് തേങ്ങ ഒന്ന് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തു. ഇപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്കൊരു കടായി എടുക്കാം. കുക്കിംഗ് ഓയിൽ 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ കടുക് ഉഴുന്നും നമ്മൾ വറുത്ത് കൊടുക്കുക. അത് പൊട്ടിന് ശേഷം നമുക്ക് ഒരു വറ്റൽ മുളക് ഒരെണ്ണം ആഡ് ചെയ്ത് കൊടുക്കാം. അതും കുറച്ചും കൂടി നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ഒരു 5 അല്ലെങ്കിൽ 6 ചെറിയ ഉള്ളി ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്ത് അത് ഒന്നുകൂടി ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടിൽ നമുക്ക് സവാള ചേർക്കാൻ പാടില്ല. ഉള്ളിയാണ് നല്ല ടേസ്റ്റ് കൂടുതൽ കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഉള്ളി ഒന്ന് ചേർത്ത് ഫ്രൈ ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. പിന്നെ നമുക്ക് ചേർത്ത ഉള്ളി നന്നായിട്ട് ചുമന്നിട്ടുണ്ടാവണം. നല്ല ട്രാൻസ്പെറൻറ്റ് കളറിൽ വന്നതിന് ശേഷം നമ്മൾ വേവിച്ച പടവലങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്യുന്ന ശേഷം നമുക്ക് അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, തേങ്ങയുടെ പേസ്റ്റ്, അപ്പോൾ അത് ഒന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 1/2 ഗ്ലാസ് 100 ml വെള്ളം ചേർത്ത് നന്നായിട്ട് ഒന്ന് ലിക്വിഡാക്കി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചേർത്ത വെള്ളം നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് സ്റ്റേജ്. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ഒരു വെളിച്ചെണ്ണ ഒരു 2 ടീസ്പൂൺ നമുക്ക് അതിലിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ റെഡിയായി. ടടാ, സൂപ്പർ ടേസ്റ്റിൽ തമിഴ്നാട് സ്റ്റൈലിൽ പടവലങ്ങ അരച്ച് വിട്ട കൂട്ടാണ്. നല്ല കിടിലൻ ടേസ്റ്റിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ട് നമുക്ക് ചോറോടോ അല്ലെങ്കിൽ ചപ്പാത്തിനോട് ചേർത്ത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണാമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.